ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിൽ ജലനിരപ്പ് ഉയരുകയും വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും വെള്ളം കയറി. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് The mantra of well-being. ആയുർവേദ ചികിത്സ രംഗത്തും ഔഷധ നിർമ്മാണ രംഗത്തും 8 തലമുറകളുടെ പാരമ്പര്യവും വിശ്വസ്തതയും. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും. സ്വസ്ഥ ആയുർവേദ റിട്രീറ്റ്, ചെമ്പക്കുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി, കുമിളി. ഇന്നലെ രാത്രി 8 മണി മുതൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന് 11 മണിയോടുകൂടി വണ്ടിപ്പെരിയാർ 62 മൈൽ ഭാഗത്ത് മിക്ക വീടുകളിലും വെള്ളം കയറിയത്. സാധന സാമഗ്രികൾ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ 62 മൈൽ ജവഹർ നഗർ, പ്രിയദർശിനി നഗർ തുടങ്ങിയ സ്ഥലത്തേക്ക് പോകുന്ന പാലത്തിലൂടെ വെള്ളം കയറുകയും അതിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന വീടുകളിലും വെള്ളം കയറി. നെല്ലിമല ഭാഗത്തും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഇതോടൊപ്പമാണ് വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വെള്ളം കയറിയത്. ഈ സമയത്ത് റോഡിലും വെള്ളം കയറുകയും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. ചുരക്കളം ഭാഗത്ത് താമസിക്കുന്ന 4ഓളം കുടുംബങ്ങൾ ഇന്നലെ രാത്രിയിൽ കഴിഞ്ഞുകൂടിയത് തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന ബസ്സിലാണ്. ചോറ്റുപാറ 63 മൈൽ എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും കൂടാതെ ചെക്ക് ഡാമുകൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയും ചെയ്തത് കാരണമാണ് വെള്ളപ്പൊക്കം കൂടുതലായി ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ രാവിലെ 4 മണിയോട് കൂടിയാണ് മഴയ്ക്ക് ശമനമുണ്ടായത്. ഇതോടുകൂടി വെള്ളം വീടുകളിൽ നിന്നും ആശുപത്രിയിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു. 11 മണിയൊക്കെ നേരത്തെ കൊണ്ട് കൊച്ചിനെ ഞാൻ അവിടെ കൊണ്ടിരുത്തി. അവിടെ ഈ ആശുപത്രി പോയപ്പോൾ ആ പാലത്തെ ഭയങ്കര വെള്ളമായിരുന്നു. അവിടുന്ന് പോകാൻ പറ്റാതെ കുഞ്ഞിനെ കൊണ്ടുവന്ന് തിരിച്ചവിടെ കൊണ്ടുപോയിട്ട് വാർക്കല്ലേ അണ്ണനോട് ആരണ്ട ഒരു ചെറുക്കന്മാർ വിളിച്ചു ചോദിച്ചു. കൊച്ചിനെ കയറ്റി ബസ്സൊക്കെ കയറ്റി ഇരുത്തിയിട്ട് ഞങ്ങളും അവിടെ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഈ വീട് തള്ളിവിട്ട ഞാൻ അവിടെ പോകും അവിടെ ഇരുന്നു. തുടർന്ന് രാവിലെ ഫയർഫോഴ്സ്, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ ചേർന്ന് വീടുകളിലും അതോടൊപ്പം തന്നെ ആശുപത്രിയിലും വെള്ളം കയറി ഉണ്ടായ ചെളികൾ മാറ്റുകയും പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കൂടി വരുന്ന സാഹചര്യത്തിൽ 13 ഷട്ടറുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയും കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി പെരിയാർ നദിയിലേക്ക് ജലം ഒഴുക്കാനും സാധ്യത ഏറെയാണ്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനാവശ്യമായ ക്യാമ്പുകൾ വിവിധ സ്കൂളുകളിലായി ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല, ജാഗ്രത പാലിച്ചാൽ മതി എന്ന് മാത്രമാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ 4 വർഷത്തിന് ശേഷം വീണ്ടുമുണ്ടായ മിന്നൽ പ്രളയം വലിയ നാശനഷ്ടം തന്നെയാണ് വണ്ടിപ്പെരിയാർ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.